ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 7 വിശുദ്ധ പെർപ്പത്തുവയും ഫെലിച്ചിത്തായുടെയും തിരുനാൾ. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കൃതികളിൽ വളരെ പ്രകീർത്തിച്ചിട്ടുള്ളവരാണ് വിശുദ്ധ പെർപ്പത്തുവായും ഫെലിച്ചിത്തായും. 202 സെവേരൂസ് ചക്രവർത്തി ഭീകരമായ മതമർദ്ദനം ആരംഭിച്ച പിറ്റേ വർഷം മർദ്ദനം ആഫ്രിക്കയിലും വ്യാപിച്ചു. പെർപ്പത്തുവ, ഫെലിച്ചിത്ത, സർത്തൂണീനൂസ്, സെക്കൂനൂസ്, റപ്പൊക്കാത്തൂസ്, സത്തൂരൂസ് എന്നീ 6 നവശിഷ്യരെ കർത്തേജിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഫെലിച്ചിത്ത 7 മാസം ഗർഭിണിയായിരുന്നു. പെർപ്പത്തുവായ്ക്ക് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അവളുടെ സഹോദരനായിരുന്നു സത്തൂരൂസ്. 22 വയസ്സുള്ള പെർപ്പത്തുവ ഒരു കുലീന വിജാതീയ കുടുംബത്തിലാണ് വിവാഹിതയായിരുന്നത്. പെർപ്പത്തുവായുടെയും കൂട്ടാളികളുടെയും വധശിക്ഷ നടപ്പാക്കുന്നതിന് നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേ ദിവസം പുത്രി വാത്സല്യവാനായ പിതാവ് മക്കളെ പിന്തിരിപ്പിക്കാൻ പണിപ്പെട്ടു. പെർപ്പത്തുവ ഒരു കുടം ചൂണ്ടി, ഇതൊരു കുടമല്ലേ, അല്ലാതെ വേറെ പേരില്ലല്ലോ, അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേറൊരു പേര് എനിക്കില്ല. ഇത് കേട്ടതും പിതാവ് കോപാക്രാന്തനായി അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു. കണ്ണിൽ കുത്തുമോ എന്നവൾ ഭയപ്പെട്ടു. ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന റോമൻ നിയമമുണ്ടായിരുന്നതിനാൽ ഫെലിച്ചിത്ത പ്രസവിക്കുന്നതുവരെ എല്ലാവരെയും ജയിലിലടച്ചു. വിചാരണ ദിവസം ഫെലിച്ചിത്തായുടെ കരങ്ങൾ ചുംബിച്ച പിതാവ് അവളുടെ പാദങ്ങളിൽ വീണതും അവൾ ചൊല്ലി, ഖേദിക്കേണ്ടപ്പാ, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. വിചാരണയ്ക്കു ശേഷം അവശേഷിച്ച 5 പേരെയും വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ കൽപ്പനയുണ്ടായി. വെകിളി പിടിച്ച ഒരു പശു പെർപ്പത്തുവായെ കുത്തി മറിച്ചിട്ട് അവളുടെ ദേഹത്ത് കയറി നിന്നു. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 5 പേരും രക്തസാക്ഷിത്വ മകുടം നേടി. വീരരക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ പെർപ്പത്തുവ ഫെലിച്ചിത്ത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി
നിത്യ സൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.